കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ. കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകളെ പ്രധാനമായിട്ടും മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഖാരിഫ് വിളകൾ, രണ്ട് റാബി വിളകൾ, അടുത്തത് മൂന്നാമത്തത് സയ്യിദ് വിളകൾ. ഖാരിഫ് വിളകൾ മൺസൂണിനെ ആശ്രയിച്ച് കൃഷി നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പ്രധാനമായും ഇന്ത്യയുടെ കാർഷിക വിള സംസ്കാരത്തിന്റെ പ്രധാന വിളകള് ഖാരിഫ് വിളകളാണ്. ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് PSC എപ്പോഴും ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നതാണ്. അപ്പൊ നമുക്കതൊരു കോഡ് വെച്ചിട്ട് പഠിക്കാം. അപ്പൊ ഖാരിഫ് വിളകൾ, ഖാരിഫ് വിളകളുടെ കോഡാണ് പനി വന്നാൽ നല്ല ചോളം കരിച്ചു തിന്നണം. എന്താണ് കോഡ്? പനി വന്നാൽ നല്ല ചോളം കരിച്ചു തിന്നണം. ഖാരിഫ് വിളകള് മൺസൂണിന്റെ ആരംഭത്തിൽ, അതായത് ജൂൺ മാസത്തില് കൃഷി ഇറക്കി മൺസൂൺ അവസാനത്തോടു കൂടി, അതായത് നവംബർ മാസത്തില് വിളവെടുക്കുന്ന തരം കൃഷി വിഭവങ്ങളാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. അതായത് മൺസൂണിന്റെ ആരംഭത്തിൽ കൃഷി ഇറക്കി മൺസൂണിന്റെ അവസാനത്തോടു കൂടി വിളവെടുക്കുന്ന തരത്തിലുള്ള കാർഷിക വിളകളാണ് ഖാരിഫ് വിളകൾ. ഖാരിഫ് വിളകളുടെ കോഡ്, ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് കോഡ്. പനി വന്നാൽ നല്ല ചോളം കരിച്ചു തിന്നണം. ആദ്യം കോഡ് മനസ്സിലാക്കുക. പനി വന്നാൽ നല്ല ചോളം കരിച്ചു തിന്നണം. നമുക്ക് ഈ കോഡ് ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. പനിയിലെ പ എന്താണ്? പരുത്തി. അടുത്തത് നിലക്കടല. അടുത്തത് നല്ല എന്നുള്ളത് നമുക്ക് നെല്ല് എന്നാക്കാം. നെല്ല്. നല്ല എന്നുള്ളത് എന്താക്കാം? നെല്ല് എന്നാക്കാം. നെല്ല്. ചോളം തന്നെ. ചോളം. കരിമ്പ്. കരിമ്പ്. തിന്നണം എന്നുള്ളത് എന്താണ്? തിനവിളകളാണ്. തിന്നണം എന്നുള്ളത് എന്താണ്? തിനവിളകൾ. ഇനി എന്തൊക്കെയാണ് ഈ തിനവിളകൾ എന്ന് പറയുന്നത്? ഇതിനകത്ത് നമുക്ക് ഒരു കോഡും കൂടി ഉൾപ്പെടുത്താം. തിനവിളകൾക്ക് ഒരു കോഡുണ്ട്. ബജ്ര എന്നാണ്. ബജ്ര എന്നത് തന്നെ ഒരു തിനവിളയാണ്. ഇതിനെ ഡീകോഡ് ചെയ്തെടുക്കാം. ബജ്ര, ജോവർ, റാഗി. ബജ്ര, ജോവർ, റാഗി. ഇതെല്ലാം എന്ത് വിഭാഗത്തിൽ പെടുന്നതാണ്? തിന വിഭാഗത്തിൽ പെടുന്ന കാർഷിക വിളകളാണ്. അപ്പൊ ഖാരിഫ് വിളകള് ജൂൺ മാസത്തിന്റെ അതായത് മൺസൂണിന്റെ ആരംഭത്തിൽ കൃഷി ഇറക്കുകയും മൺസൂണിന്റെ അവസാനത്തോടു കൂടി വിളവെടുക്കുകയും ചെയ്യുന്ന തരം കാർഷിക വിഭവങ്ങളാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ഖാരിഫ് വിളകൾക്കുള്ള കോഡാണ് പനി വന്നാൽ നല്ല ചോളം കരിച്ചു തിന്നണം. പനി വന്നാൽ നല്ല ചോളം കരിച്ചു തിന്നണം. പ ഫോർ പരുത്തി, നീ ഫോർ നിലക്കടല. നല്ല എന്നുള്ളത് നമുക്ക് എന്താക്കി മാറ്റാം? നെല്ല് എന്നാക്കാം. അടുത്തത് ചോളം. കരിച്ചിന്റെ കായ എന്താണ്? കരിമ്പാണ്. തിന്നണം അഥവാ തിനവിളകൾ എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. തിനവിളകൾക്ക് ജോവർ അല്ലെങ്കിൽ ബജ്ര എന്നൊരു കോഡ് തിനവിളകൾക്ക് എടുക്കാം. ബജ്ര ഓൾറെഡി എന്താണ്? ഒരു തിനവിഭവമാണ്. അടുത്തത് ജാഫോർ, ജോവർ. അടുത്തത് ബജ്ര എന്നുള്ള റാഗി. അപ്പൊ ഇത്രയും എല്ലാം എന്താണ്? തിനവിളകളും കൂടി ചേരുമ്പോൾ ഇതെന്താണ്? ഖാരിഫ് വിളകളാണ്. ഖാരിഫ് വിളകളുടെ കോഡാണ് ഇത്.